കേരള ഹൈക്കോടതി പറഞ്ഞു സ്റ്റേ ഉണ്ട് എന്ന് പറഞ്ഞ് കേസുകൾ നീട്ടിവെക്കുന്നുണ്ടെങ്കിൽ സ്റ്റേയുടെ ഓർഡർ വേണം. കേസ് സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു അഫിഡവിറ്റ് കൊടുക്കും. സ്റ്റേയുടെ ഉത്തരവ് ഹാജരാക്കുകയോ ചെയ്യാതെ കേസുകൾ മാറ്റിവെക്കാൻ പാടില്ല. ആർക്ക് വേണമെങ്കിലും ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ കയറി ഇങ്ങനൊരു സ്റ്റേ ഉണ്ടോ എന്ന് നോക്കാവുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സ്റ്റേ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കക്ഷി കോടതിയിൽ ബോധിപ്പിക്കുകയാണെങ്കിൽ കോടതിയുടെ സ്റ്റാഫിനോട് പറഞ്ഞ് ഹൈക്കോടതിയുടെ സൈറ്റിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് മാത്രമേ സ്റ്റേ കാരണം കേസുകൾ മാറ്റിവെക്കാൻ പാടുള്ളൂ. എന്നാൽ ഒരു അല്പസമയം കൊടുക്കാം, പക്ഷെ അത് ഇൻഡെഫിനിറ്റ് ആയിട്ട് നീട്ടിവെക്കാൻ പാടില്ല. അടുത്തതായിട്ട് പറഞ്ഞത് 3 മാസം കൂടുമ്പോൾ സ്റ്റേ ഇപ്പോഴും നിലവിലുണ്ട്, അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു അഫിഡവിറ്റും കൂടെ കൊടുക്കേണ്ടതാണ്. വിനോദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിലാണ് ഇത് പറഞ്ഞത്. ഒന്നാമത്തെ ഡയറക്ഷൻ ആയിട്ട് പറഞ്ഞത് അഫിഡവിറ്റ് കൊടുക്കണം അല്ലെങ്കിൽ സ്റ്റേ ഓർഡർ പ്രൊഡ്യൂസ് ചെയ്യണം. 1 മാസം സമയം വരെ കൊടുക്കാം ഉത്തരവ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. കാരണം ഹൈക്കോടതിയിൽ നിന്ന് ഇത് പ്രിന്റ് എടുത്ത് സർട്ടിഫിക്കറ്റ് കോപ്പി കിട്ടാനായിട്ട് താമസം വരാം. ആ താമസം 1 മാസത്തിനധികം കൊടുക്കാൻ പാടില്ല. ഈ ഓറൽ സബ്മിഷൻ മാത്രം പോരാ, ഒരു അഫിഡവിറ്റ് വേണം. ഈ ഓർഡർ പ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ അഫിഡവിറ്റ് കൊടുക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ കേസ് അതിന്റെ നോർമലായിട്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. എന്നാൽ ഹൈക്കോടതിയുടെ വെബ്സൈറ്റ് പരിശോധിക്കേണ്ടതാണ്. ഓരോ 3 മാസം കൂടുമ്പോഴും സ്റ്റേ ഇപ്പോഴും നിലവിലുണ്ട് എന്ന് കാണിക്കേണ്ടതാണ്. ഇപ്രകാരം അല്ലാതെ കോടതി ഈ കേസുകൾ നീട്ടിവെച്ചാൽ അത് വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുമെന്നാണ് അടുത്തത് പറഞ്ഞത്. അതായത് അങ്ങനെ ഹൈക്കോടതിയിൽ റിട്ടേൺ ഓർഡർ ഇല്ലാതെ അഫിഡവിറ്റ് ഇല്ലാതെ കേസുകൾ നീട്ടി കൊടുക്കുകയാണെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ട് ഹൈക്കോടതി കൺസിഡർ ചെയ്യും. പുതിയൊരു മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ മുനിസിപ്പോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ജഡ്ജോ വന്നിട്ട് ഹൈക്കോടതി സ്റ്റേ ഉണ്ട് എന്ന് പറഞ്ഞ് ചുമ്മാ നീട്ടാൻ പാടില്ല. ഈ പറഞ്ഞ പ്രൊസീജിയറുകളെല്ലാം പാലിച്ചിരിക്കാനുള്ള. പിന്നെ 7ാമതായിട്ട് പറഞ്ഞ എല്ലാ കോടതികളുടെയും പ്രൊസീഡിങ്സ് എല്ലാം പൊതുജനത്തിന് ആർക്ക് വേണമെങ്കിലും കാണാവുന്ന വിധത്തിൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. ഡീറ്റെയിൽസ് ഈ കേസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ കൊടുത്തിരിക്കണം. എല്ലാ ഡിസ്ട്രിക്ട് കോടതികളിലേക്കും ഈ ഉത്തരവ് അയക്കാനും അത് ഡിസ്ട്രിക്ട് ജഡ്ജികളുടെ താഴെയുള്ള എല്ലാ കോടതികളിലേക്കും ആ ഡിസ്ട്രിക്ട് ജഡ്ജ് സ്ട്രിക്റ്റ് ആയിട്ട് കംപ്ലൈ ചെയ്യാനായിട്ടും ഉത്തരവാകാനായിട്ട് രജിസ്ട്രാർക്ക് ഒരു ഡയറക്ഷനോട് കൂടിയാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.